ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഒരുവിധം എല്ലാവരും അറിഞ്ഞു കാണും. നമുക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് ഞാൻ ഇന്നലെ നൈറ്റ് തന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ചു. അത് കണ്ടിട്ട് എല്ലാവർക്കും കൂടെ റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. പറ്റുന്ന കുറച്ച് പേർക്ക് കൊടുത്തു. പിന്നെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടെ വിളിച്ചപ്പം എനിക്കും അമ്മയ്ക്കും വയ്യ. അപ്പം കുറച്ച് പേർക്ക് കൊടുത്തു. പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഇടാം, എല്ലാവർക്കും എന്താ സംഭവം ഇങ്ങനെ ഉണ്ടായെന്നൊക്കെ. അപ്പം എനിക്ക് വേറെ എവിടെയും ദൈവം സഹായിച്ച് പരിക്കില്ല. അപ്പം ഞാൻ ഇന്നലെ നമുക്ക് ഇൻസ്റ്റയിൽ 130K ആയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാൻ ആശ്രമം അമ്പലത്തിൽ പോകാം എന്ന് വിചാരിച്ചു. ഒരു 4:30 ആയപ്പോഴത്തേക്ക് നമ്മളിവിടുന്ന് ഇറങ്ങി. ഞാൻ ഒരു പട്ടോട ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഡ്രസ്സും പിന്നെ അതിൻ്റെ പുറത്തൊരു നീല ഒരു ജാക്കറ്റ് കണക്കത്തെ സംഭവം ഇട്ടു. പിന്നെ ഒരു റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിലൊന്നും പരിക്കൊന്നും പറ്റിയില്ല. ഇവിടെ ഇച്ചിരി നീര് കണക്കുണ്ട്, അതേ ഉള്ളൂ. പിന്നെ പരിക്ക് പറ്റിയത് എൻ്റെ കാലിനാണ്. അതായത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ പെട്ടെന്നൊരു ഇടവഴി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ബൈക്കുകാരൻ ഹോണും അടിച്ചില്ല, ഇൻഡിക്കേറ്റർ ഇട്ടില്ല. നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു, ഒരു സ്പീഡിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്നു. അപ്പം അമ്മ ബ്രേക്ക് പിടിച്ചപ്പം മഴയായിരുന്നു ഇന്നലെ. അപ്പം വണ്ടി ഇങ്ങനെ പാളിപ്പോയി. അപ്പം അമ്മയുടെ മുട്ടിലെ തൊലി പോയി. പിന്നെ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. എന്തായാലും തൊലി പോയിട്ടുണ്ട്. നല്ല ചോരയൊക്കെ വന്നു. അമ്മയ്ക്ക് പേടിച്ചു പോയി. കാരണം ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അപ്പ ഇന്നലെ ഒരു സ്ഥലത്ത് പോയിരുന്നു, ഞാനും അമ്മയും കൂടെ പോയിരുന്നു. അപ്പോൾ പേടിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരിക്ക് പറ്റിയല്ലോ. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. എനിക്ക് പക്ഷെ മനസ്സിലായി എൻ്റെ കാലിന് എന്തോ പറ്റിയെന്ന്. പക്ഷെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോൾ അമ്മ നോക്കിയപ്പോൾ അവിടെ ഫുള്ള് ചോര, എൻ്റെ കാലിൽ ചോര. ഞാൻ പോലും അറിഞ്ഞില്ല. അമ്മ അപ്പം അത് കണ്ട് അമ്മയ്ക്ക് തലയിറങ്ങി. പിന്നെ അമ്മേനെ അപ്പുറത്തോണ്ട് ഇരുത്തി. അങ്ങനെ അവിടുന്ന് പിന്നെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ കാലിൽ മുറിഞ്ഞെന്ന്. അങ്ങനെ കുറേ ചോര പോയി കാലിൽ നിന്ന്. അമ്മയ്ക്ക് അധികം ചോര അപ്പോൾ പോയില്ല. അമ്മയ്ക്ക് ഒരഞ്ഞു കൈമുട്ടിലും കാലിൻ്റെ മുട്ടിലും. ലെഫ്റ്റ് കാലിനും കൈക്കുവാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളത്. അപ്പം അത് നല്ല രീതിയിൽ ഒരഞ്ഞു. എൻ്റെ കാലിൽ നിന്ന് കുറേ ചോര പോയി. നമ്മുടെ ഈ റോഡിലെ കല്ലുണ്ടല്ലോ, അത് കയറിയിട്ട് മാറി കണക്ക് അവിടെ ഒരു കുഴി കണക്ക് എൻ്റെ കാലിൻ്റെ അവിടെ. അപ്പം ഇന്നലെ കുറേ ചോര പോയി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ എൻ്റെ ചോര കണ്ട് എനിക്ക് തന്നെ തലയിറങ്ങി. ഞങ്ങൾക്കൊക്കെ ചോര കണ്ട തലയിറങ്ങും, കുഞ്ഞു മനസ്സാണ്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒന്ന് വൊമിറ്റ് ചെയ്തു. അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ വൊമിറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇനി പറ്റില്ല, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ പെട്ടെന്ന് അച്ചാച്ചനെയും പപ്പേനെയും വിളിച്ച് പിന്നെ പപ്പയുടെ ഫ്രണ്ട്സൊക്കെ വന്നു. ഞങ്ങളെല്ലാം കൂടെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങളുടെ വണ്ടി എടുക്കാൻ പപ്പ പോയിട്ട് പിന്നെ പപ്പ അവരുടെ വേറെ സെപ്പറേറ്റ് വന്നു. ഹോസ്പിറ്റലിൽ പോയി എൻ്റെ എക്സ്റേ എടുത്തായിരുന്നു. അമ്മയ്ക്ക് ഒരഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പിന്നെ താഴോട്ട് പോയിരുന്നു. പിന്നെ എൻ്റെ കാല് നല്ല നീര് വെച്ച്. അപ്പം എക്സ്റേ എടുത്തായിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ എടുത്തു എനിക്കും അമ്മയ്ക്കും. പിന്നെ കുറേ ടാബ്ലറ്റൊക്കെ ഉണ്ട്. എനിക്കിപ്പം നടക്കുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞിട്ട് അവിടെ പോകണമെങ്കിൽ ഞൊണ്ടി പോയി അവിടെ ഇരുന്നൊന്ന് കരയണം. കാരണം ഞാൻ നടക്കുന്ന അനുസരിച്ച് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക. അത് ഇന്നലെ അവർ കെട്ടി തന്നു. പക്ഷേ ഇന്ന് ഞങ്ങളത് ഒന്നും കൂടെ കെട്ടി വെച്ചിരിക്കുക. എനിക്ക് ഇരിക്കുമ്പോഴൊന്നും കുഴപ്പമില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് അത്യാവശ്യം നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് മുട്ടിനായതുകൊണ്ട് അമ്മയ്ക്ക് ഇരിക്കാനും എഴുന്നേൽക്കാനും ഒക്കെ ഒരു പാടുണ്ട്. എനിക്ക് ഇരിക്കാനും എഴുന്നേൽക്കാനും ഒന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, വേദനയുണ്ട്. അച്ചാച്ചൻ പിടിക്കും. പിന്നെ അതുകൊണ്ട് ഇന്ന് ഇവിടെ ആരും അച്ചാച്ചൻ സ്കൂളിൽ പോയില്ല, പപ്പ ജോലിക്ക് പോയില്ല. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വരില്ല. അപ്പോൾ ആരെങ്കിലും വേണം നോക്കാൻ. അപ്പോൾ രണ്ടുപേരും എവിടെയും പോയില്ല. ഇന്നാണ് എനിക്ക് പരീക്ഷ വേണമെന്നായിരുന്നു. അതിന് ഞാൻ പോയില്ല. ഇപ്പം ഇത് ചിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല വേദനയുണ്ട് കാലിന്. ഏതാണ്ട് ഒരു 2-3 ദിവസം ഫുൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പിന്നെ ചെരുപ്പൊന്നും ഇടണ്ട, വെള്ളം നനയ്ക്കണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് നല്ല അകത്തോട്ട് മുറിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഇതിങ്ങനെ എനിക്ക് കാണാം, ഒരു കുഞ്ഞു ഹോൾ കണക്ക് കിടക്കുക. അപ്പം ഇന്നലെ എനിക്ക് മരവിച്ചിരുന്നു, എനിക്കൊന്നും അറിയാനൊന്നും പറ്റിയില്ല, ഫുൾ മരവിച്ചു കാല്. പിന്നെ വീട്ടിലോട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് വേദന തുടങ്ങിയത്. പിന്നെ വീട്ടിലിരുന്ന് കഴിച്ചില്ലായിരുന്നു. ഇപ്പം ഒരു ഇതിനങ്ങ് പോന്നു. അപ്പം എന്തായാലും ഞാൻ വീഡിയോ ഇടാം. ഇന്നലെ തന്നെ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു. പിന്നെ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ ഏതാണ്ട് 9:30 കഴിഞ്ഞു. അതാ ഞാൻ പിന്നെ ഇന്നലെ ഒന്നും അങ്ങനെ ഇടാതെ ഇങ്ങനെ ഒടിഞ്ഞില്ല. ഒരു ഭാഗ്യം, അതെന്തോ ഇങ്ങനെ അങ്ങ് പോയെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ തലയിൽ ഹെൽമറ്റും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ തലയൊന്നും ഇടിച്ചില്ല. ഛർദ്ദിച്ചപ്പോൾ എല്ലാവരും പേടിച്ച് തല എങ്ങനെ തട്ടിയെന്ന്. പക്ഷെ ഇല്ലായിരുന്നു.
അതൊക്കെയൊന്നും ഒരു കുഴപ്പമില്ല, കൈക്കൊന്നും കുഴപ്പമില്ല. കയ്യിൽ ചെറിയ ചെറിയ ഇത് കണക്ക് ഇങ്ങനെ കുഞ്ഞു പാട് ഇങ്ങനെ കുത്തി ഇന്നേൻ്റെ, അപ്പം അങ്ങനത്തെ കുറച്ചിതേ ഉള്ളൂ. അമ്മയ്ക്ക് മുട്ടിനും കൈയുടെ ഇവിടുത്തെ ആ ഒരു പോർഷനിൽ തൊലിയൊക്കെ പോയി നല്ല നീരടിച്ചിരിക്കുന്നുണ്ട് അമ്മയ്ക്ക്. പക്ഷെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് സങ്കടമായിപ്പോയി, കാരണം അടുത്ത മാസം ഇനിയിപ്പം സോണൽ ലെവൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം നമുക്കറിയില്ല. ഇപ്പം പാട്ട് പാടുന്നവർക്കാണെങ്കിൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലും വന്നവർക്ക് ആവശ്യം ആ ഒരു രീതിയിൽ ഞാൻ ഭയങ്കര കളിച്ചിലായിരുന്നു. അയ്യോ ഇനി ഞാൻ എങ്ങനെ കളിക്കും. അപ്പം എന്തായാലും 2-3 ദിവസം പ്രോപ്പർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാല് കാണിച്ചു തരാം എന്തായാലും. ഇത് 2 ദിവസം മുമ്പേ ഇവിടുത്തെ സ്റ്റാൻഡ് ഇടിച്ച് ആ സെയിം കാലിൽ മുട്ടി തന്നെ ഇടിച്ച്. ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ. ഇത് ഇന്നലെ വീട്ടിൽ വന്നിട്ടൊന്നും നടന്നതാണ്. അപ്പോഴത്തേക്കും പിന്നെയും ചോര വന്ന് അങ്ങനെ ഇരിക്കും. കുറേ ചോര പോകുന്നുണ്ട് കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ചോര വരുന്നുണ്ട്. ഞാൻ നടക്കുമ്പോൾ ചോര വരും. കാരണം നമ്മുടെ കാലിൻ്റെ ഈ ഒരു സംഭവമില്ലേ, അതായത് ഇത് ഇവിടെയാണ് മുറിഞ്ഞത്, ഇവിടെ ഒരു ഇങ്ങനെ വട്ടത്തി. അപ്പം അതിൻ്റെ ചോരയാണ്. ഞാൻ ചെറിയൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അപ്പോഴത്തെ അത് ഞാൻ കാണിച്ചത്. ഇത് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ തയ്ക്കാൻ പറഞ്ഞു. നല്ല വേദനയുണ്ട് ഇവിടെ. ഞാൻ നടക്കുമ്പോൾ പിന്നെയും ചോര വരും. ഇത് കെട്ടിയപ്പോൾ ചോര ഇല്ലായിരുന്നു. ഞാൻ ഫോട്ടോ ഇൻസ്റ്റയിലിട്ടപ്പോൾ ഇതില്ലായിരുന്നില്ല. ഇന്നലെ നടന്ന് പിന്നെ ഇന്ന് നടന്നപ്പോഴൊക്കെ ചോര പോകുന്നത്. ഇനി ഇവിടെ ഒരു ഈരുണ്ട്, അതിപ്പോൾ കുറഞ്ഞു. ഇന്നലെ ഓയിൻമെൻ്റ് ഇട്ടപ്പം അതിപ്പോൾ മാറി വരുന്നു. പിന്നെ ഇതാണ് മെയിൻ മുറിവ്, മൊത്തം വേദനയായിട്ടിരിക്കുക. പിന്നെ മുട്ടിൽ ചെറിയ ഇത് കണക്ക് ചതവുണ്ട്. പിന്നെ ഇത് അതിന് മുമ്പത്തെ. ഇതാണ് എൻ്റെ കാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഒരു തുണി കൊണ്ട് കെട്ടി വെച്ച്, കാരണം ഇതിങ്ങനെ ചോര വരുന്നതുകൊണ്ട് തുണി കൊണ്ട് ഇനി അത് കണ്ട് എന്തെങ്കിലും പറ്റുമെന്ന് വെച്ച് തുണി കൊണ്ട് കെട്ടി വെച്ചിരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി അയച്ചതാണ്. അമ്മയുടെയും ഞാൻ കാണിച്ചു തരാവേ. എൻ്റെ കാലം വെച്ചിട്ടാ എൻ്റെ കാല് കെട്ടി കേട്ടോ, ഞാൻ കെട്ടി വെച്ചിരിക്കുക. തുണിയൊന്നും നോക്കരുത്, അവിടെ കിടന്നൊരു തുണിയാണ്. ഇതാണ് അമ്മയ്ക്ക് ഇതിൻ്റെ കണക്ക് തൊലി പോയി നീരുണ്ട്. പിന്നെ കൈ എവിടെ അമ്മ? കൈക്ക് ഇതുണ്ട്. എൻ്റെ കൈക്കൊന്നും പറ്റിയില്ല. അമ്മ വീണിട്ട് അവിടെ തന്നെ ഇരുന്ന്, ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. വീണിട്ട് അമ്മ അവിടെ അങ്ങ് ഇരിക്കുവാ, ഞാൻ ചാടി എഴുന്നേറ്റ്. ഞാൻ ഒരുപാട് കല്യാണത്തിന് പോകുന്നതൊക്കെ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പൊ നാണക്കേടല്ലേ, ഞാൻ ചാടി അങ്ങ് എഴുന്നേറ്റ്. ഒന്നും ഇല്ലാത്തതാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി എൻ്റെ കാലിൽ പോയെന്ന്. അപ്പൊ ഞാൻ ആദ്യം ഓർത്തു ഇന്ന് നീയിപ്പോ വീഡിയോ എടുക്കണ്ട, വീട്ടിൽ പോവാലോ. പക്ഷെ പിന്നെ ചോര കണ്ടപ്പോ എൻ്റെ ബോധം പോയാളെ, എൻ്റെ പൊന്നോട് ഞാൻ അപ്പൊ തന്നെ തലറങ്ങി പോയി, ഛർദിച്ച്. ചോര കണ്ട് അമ്മയും തലറങ്ങി, എൻ്റെ ചോര കണ്ട് അമ്മയും തലറങ്ങി. പിന്നെ അമ്മയെ പോയി കിടത്തി. അവിടുന്ന് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഇവരെന്തൊക്കെയോ ഒഴിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അമ്മയ്ക്ക് ഒഴിച്ചപ്പോൾ അമ്മ ഭയങ്കര കാറിൽ ഹോസ്പിറ്റലിൽ മൊത്തം അറിഞ്ഞു, ഭയങ്കര കാറിൽ. ഞാൻ ആദ്യം അമ്മയ്ക്കല്ലോ വെച്ചത്, അപ്പോൾ രണ്ടാമത് എനിക്കാണല്ലോ. പേടിച്ചു ജനിച്ചു ദൈവമേ, അപ്പം ഞാനെങ്ങനെ ഇരിക്കും? അമ്മയുടെ കയ്യിൽ എൻ്റെ കാലിൽ അവർ 2 ബോട്ടിൽ ഒഴിച്ചു. പക്ഷെ എനിക്കൊന്നും അറിഞ്ഞില്ല. അപ്പോഴാണ് മനസ്സിലായി എനിക്കൊരു സത്യം, മരവിച്ചിരിക്കുകയാണ്. മരവിച്ച് സിസ്റ്റർ അതിൻ്റെ അകത്തിട്ട് തോണ്ടുന്നു. ഇപ്പോഴൊന്നും എനിക്കൊന്നും അറിയുന്നില്ല. അപ്പം മനസ്സിലായി കാലം മരവിച്ച് അത് പോയി കിടക്കുവാണ്. പിന്നെ അമ്മയ്ക്ക് അറിയാൻ പറ്റും, അമ്മയ്ക്ക് ഒരഞ്ഞതിൻ്റെ. അപ്പം അത് വീഴുമ്പോൾ അറിയാമല്ലോ. എൻ്റെത് അകത്തോട്ടുണ്ട് മുറിവ്. അപ്പം എനിക്കൊന്നും അറിയുന്നില്ല. പിന്നെയാണ് എല്ലാം വീട്ടിൽ വന്നപ്പോഴേ വേദന തുടങ്ങിയത്. അപ്പം ഞാൻ എല്ലാം അറിഞ്ഞു, എല്ലാം അറിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞു. അപ്പം നടക്കുമ്പം നല്ല വേദനയുണ്ട്. പിന്നെ റെസ്റ്റ് എടുത്ത് മാറ്റണം, കളിക്കാനുള്ളതല്ലേ. കാലിനായതുകൊണ്ടാണ് എനിക്ക് വിഷമം. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാലിലൊക്കെ ഒരു പരിക്ക് വരുന്നത്. ശീലമാക്കാം. ആദ്യമായിട്ടാണ് വരുന്നത് കാലിനൊക്കെ. അപ്പം അതിൻ്റെ ഒരു സങ്കടമുണ്ട്, പിന്നെ വേദനയുടെ ഒരു സങ്കടമുണ്ട്. എന്തായാലും എൻ്റെ ജന്മമാസമാണ്, അപ്പം നല്ലൊരു ഐശ്വര്യമാണ്. ചിങ്ങം തുടങ്ങിയില്ല, അതായത് മറ്റേ ഓഗസ്റ്റ് അല്ലേ. അപ്പം സമാധാനമായി. ഇതൊക്കെയാണ് കാര്യം. കുറേ പേര് അന്വേഷിച്ചു. എല്ലാവരോടും സ്നേഹം മാത്രം. എല്ലാവരും അതല്ല, വരേണ്ടവർക്കെല്ലാം വന്ന് കാണാം. നമ്മളെ വീട്ടിൽ വന്ന് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വന്ന് കാണാം. ബൂസ്റ്റൊക്കെ ആയിട്ട്. ബൂസ്റ്റ് വേണ്ടട്ടെ, ഞാൻ പാല് കുടിക്കത്തില്ല. അതൊക്കെ ആയിട്ട് വന്ന് കാണാം. ഓക്കെ, ഇതാണ് കാലിൻ്റെ അവസ്ഥ. നല്ല വേദനയുണ്ട്, എനിക്കുണ്ട്, അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്ക് ഇന്നെ നടക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടേ വളയ്ക്കാൻ പറ്റുന്നില്ല. എനിക്ക് വളയ്ക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നില്ല. അതാണൊരു പ്രശ്നം. പിന്നെ അച്ചാച്ചനുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റെസ്റ്റ് എടുക്കാം. പിന്നെ അവിടെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ ഫ്രൈഡേ എക്സാം തുടങ്ങും. അപ്പം അതിൻ്റെ കാര്യം ഇന്ന് തുടങ്ങി, ഇന്ന് പോയില്ല.
അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും എല്ലാവരും അറിഞ്ഞല്ലേ. ഇപ്പം എന്തായാലും റെസ്റ്റ് എടുക്കുവാണ്. അന്വേഷിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ബാക്കി ഹോസ്പിറ്റലിലെ ക്ലിപ്പും അവിടെ ഇരുന്ന് ഭയങ്കര ചിരി. ഞാനും അമ്മയും ഓർക്കെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഭയങ്കര ചിരി. ആൾക്കാരൊക്കെ നോക്കുക. ആൾക്കാർ നോക്കുക ഇവരെന്തിനാ വന്നിരിക്കുന്നത് ഇവിടെ, ചിരിക്കാനാണ്. കരയും ചിരിക്കും. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കരയും, പിന്നെ എഴുന്നേറ്റിരുന്ന് ചിരിക്കും. ഓ വയ്യ, ചിരിച്ച് വയ്യ. അയ്യോ, കോമഡി ആയിരുന്നു മൊത്തത്തിൽ. പക്ഷെ ഇപ്പോഴാണ് സീരിയസ് ആയത് വേനെടുത്തിട്ട്. അപ്പം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ആവുമല്ലോ എന്തായാലും. കാരണം എൻ്റെ ഇൻസ്റ്റയിൽ ആദ്യമായിട്ടാണ് അത്രയും പേര് സ്റ്റോറിയൊക്കെ വ്യൂ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും എന്താ ഒരു അറിയണം ഇങ്ങനെ പറ്റിയെന്ന്. എല്ലാവർക്കും ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇട്ടത്. അപ്പം എല്ലാവരും കാണണം. അപ്പം അത്രയുള്ള നമ്മുടെ വീഡിയോ. ബൈ.